ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വതവക്കൽ അലല്ലാഹി വകഫാ ബില്ലാഹി വക്കീല, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് ഇത്തഖില്ല വത്തബി മാ യൂഹാ ഇലൈക്. അതേപോലത്തെ മൂന്നാമത്തെ കൽപ്പന വതവക്കൽ അലല്ലാഹ്. തവക്കലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വകഫാ ബില്ലാഹി വക്കീലൻ, വക്കീലായി അള്ളാഹു മതി എന്നാണ്. കഫല്ലാഹു വക്കീലൻ എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹു വക്കീലായി മതി എന്നാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല വകഫ ബില്ലാഹി വക്കീലൻ എന്നാണ് പറഞ്ഞത്. അത് അള്ളാഹു മതിയായവൻ, പോന്നവൻ എന്ന അർത്ഥത്തെ കൂടുതൽ യോജിപ്പിക്കാനാണ്. കഫ ബി, അള്ളാഹു സുബ്ഹാനഹു വ തആല വക്കീലാകുമ്പോൾ ഭരമേൽപ്പിക്കുന്നവർക്ക് അള്ളാഹു മതി. അതിൻ്റെ ഒരു ഹുക്കുമ് അല്ലെങ്കിൽ ചരിത്രം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിൻ്റെ മജ്മൂഉൽ ഫതാവയിൽ അലി റളിയല്ലാഹു തആല അൻഹു ഖവാരിജികളോട് യുദ്ധത്തിന് പോകുമ്പോൾ ജ്യോതിഷ പണ്ഡിതൻ വഴിയിൽ തടഞ്ഞു എന്നാണ്, ഖവാരിജികളോടുള്ള യുദ്ധത്തിൻ്റെ യാത്രയിൽ. അപ്പോൾ ലാ തുസാഫിർ ലിഅന്നൽ ഖമറ ഫിൽ അഖ്റബ് എന്ന് പറഞ്ഞു എന്നാണ്. ഇപ്പം യാത്ര ചെയ്യേണ്ട, ഖമർ ചന്ദ്രൻ അഖ്റബിലാണ്. അഖ്റബ് എന്ന് പറഞ്ഞെങ്കിൽ വൃശ്ചിക രാശി, ഒരു നക്ഷത്രം. അറബികൾക്ക് ഭയങ്കര അന്ധവിശ്വാസങ്ങളായിരുന്നു അതും അങ്ങനെ ഈ ഇതുമായൊക്കെ ഇത്തരം കാര്യങ്ങളിൽ. അതുകൊണ്ട് വൃശ്ചിക രാശിയിൽ ചന്ദ്രൻ ഇരിക്കെ നിങ്ങൾ യാത്ര ചെയ്യേണ്ട അപകടമാണ് എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ അലി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു എന്നാണ്, ബൽ ഉസാഫിർ സിഖതൻ ബില്ലാഹ് വതവക്കുലൻ അലല്ലാഹ് വതക്ദീബൻ ലക്. ഞാൻ പോകും സിഖതൻ ബില്ലാഹ്, അള്ളാഹുവിലുള്ള ഉറപ്പിൽ, വതവക്കുലൻ അലല്ലാഹ്, അള്ളാഹുവിൽ തവക്കുലാക്കി ഭരമേൽപ്പിച്ച് ഞാൻ പോകും, വതക്ദീബൻ ലക്, നിന്നെ കളവാക്കി, ഇത് പ്രവചിച്ച നിന്നെ കളവാക്കി അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ ഉറപ്പിൽ ഞാൻ പോകും എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. യാത്ര തുടർന്നു. ഖവാരിജികളോട് നെഹ്റുവാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് യുദ്ധം ചെയ്തു. അതിൽ ഖവാരിജികൾ പലരും കൊല്ലപ്പെട്ടു. ശൈഖുൽ ഇസ്ലാം പറയുന്നത് വളരെ സന്തോഷത്തിൽ അലി റളിയല്ലാഹു തആല അൻഹു അത് കഴിഞ്ഞ് മടങ്ങിയെന്നാണ്. കാരണം അലി റളിയല്ലാഹു തആല അൻഹു വലിയൊരു ധർമ്മമാണ് നിർവഹിച്ചത്. അദ്ദേഹം സന്തോഷിക്കാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് ഖവാരിജികളെ കണ്ടുമുട്ടുന്നത് എങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അവരോട് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചൊരു വിഷയം അന്ന് റസൂലുള്ളാഹിക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അത് തനിക്ക് ചെയ്യാനായി എന്നതിൽ സന്തോഷിച്ച് അലി റളിയല്ലാഹു തആല അൻഹു മടങ്ങി എന്നാണ്. പിന്നെ അതിലുള്ളത് ഖവാരിജികൾ വലിയൊരു ജനവിഭാഗമാണ്. മാത്രമല്ല ഖവാരിജികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടെ ആദർശത്തിൽ വളരെ ആത്മാർത്ഥത ഉള്ളവരും നിഷ്ഠയുള്ളവരാണ്. അങ്ങനെയുള്ള ടീമിന് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്, തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ കഴിയാത്ത പോലെ ഒരു വിഷയമാണ്. പക്ഷേ അലി റളിയല്ലാഹു തആല അതിന് സാധിച്ചു എന്നുള്ളതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുലാക്കിയത് കൊണ്ടാണ്. വകഫാ ബില്ലാഹി വക്കീലൻ, വക്കീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരമേൽപ്പിക്കപ്പെടുന്നവൻ. ആയിഷ റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ച് നമ്മൾ അവരുടെ ചരിത്രം വായിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ നിരപരാധിത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല തെളിയിച്ചത് സഫ്വാൻ ഇബ്നു മുഅത്തൽ അസ്സലമിയുമായിട്ടുള്ള വിഷയത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ വഴിയിൽ കുടുങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളൊക്കെ യാത്ര മദീനയ്ക്ക് തുടർത്തി. മദീനയിലെത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ കൂടെ അല്ലാത്തത് അറിയുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരുടെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് പോയി വന്നപ്പോഴത്തേക്കാണ് ഈ യാത്രാ സംഘം വിട്ടുപോയത്. അപ്പോൾ അവരാരും കാണുന്നില്ല, കണ്ണെത്താ ദൂരത്താരുമില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു, അവിടെ ഇരുന്ന്. അപ്പോഴാണ് സഫ്വാൻ ഇബ്നു മുഅത്തൽ അസ്സലമി വരുന്നത്. അദ്ദേഹം ഈ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉള്ള ആളാണ്. പക്ഷേ അദ്ദേഹം ചില കാരണങ്ങളാൽ പിന്തിയാണ് വരുന്നത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല ആ വഴിയിലിരിക്കുന്നത് കാണുകയാണ്. അവരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അള്ളാഹുവിൽ അഭയം തേടി അദ്ദേഹം അങ്ങനെ തൻ്റെ ഒട്ടകത്തെ കിടത്തി ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അതിൽ കയറാൻ പറഞ്ഞങ്ങനെ അദ്ദേഹം ഇസ്തിആദത്ത് രക്ഷാത്തേട്ടം നടത്തുന്നതല്ലാതെ ആയിഷ റളിയല്ലാഹു തആല അൻഹ കേട്ടിട്ടില്ല.
ഒന്നും സംസാരിച്ചിട്ടില്ല. പിന്നെ ആയിഷ റളിയല്ലാഹു തആല ഒട്ടകത്തിൽ കയറി ഇരുന്നപ്പോൾ സഫ്വാൻ ഇബ്നു മുഅത്തൽ അസ്സലമി ഒട്ടകത്തെ പിടിച്ച് മദീനയിലേക്ക് ചെല്ലുകയാണ്, പോവാണ്. അവിടെ വിശ്വാസികൾ നിറഞ്ഞു നിൽക്കുന്ന കാലം, അവിടെ വിശ്വാസികൾ നബി തങ്ങൾക്കെതിരിൽ അതിരൂക്ഷമായി യഹൂദികളോട് ഒത്തുവർത്തിക്കുന്ന കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു വിഷയം. മദീനയിലൊരു രാവിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും എത്തി. ഉച്ചയാകുമ്പോഴാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ സഫ്വാൻ ഇബ്നു മുഅത്തലിനോടൊപ്പം വരുന്നത്. എങ്ങനെ ഉണ്ടാകും വിഷയം? അതാണ് കപട വിശ്വാസികളേറെ ആഘോഷിച്ച വിഷയമാണ്. പക്ഷേ സഫ്വാൻ ഇബ്നു മുഅത്തൽ അസ്സലമി വാഹനത്തെ കിടത്തിയിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് അതിലേക്ക് കയറാൻ അദ്ദേഹം ആവശ്യപ്പെടുന്ന പോലുമില്ല. അദ്ദേഹത്തിന് ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് മനസ്സിലായതാണ് ഇതിനായിരിക്കും ഞാൻ അതിൽ കയറിയിട്ട് അദ്ദേഹം എന്നെ നയിക്കാനായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് കയറിയത്. പിന്നെ ആയിഷ റളിയല്ലാഹു തആല ഉമ്മുൽ മുഅ്മിനീനല്ലേ. ഏതായാലും അപ്പോൾ വിഷയം ഇതാണ്. ആയിഷ റളിയല്ലാഹു തആല എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സഫ്വാൻ ഇബ്നു മുഅത്തലിൻ്റെ ഒട്ടകത്തിലേക്ക് വന്ന് അതിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നിങ്ങൾ എന്താണ് ദുആ ചെയ്ത്, എന്താണ് നിങ്ങൾ ചൊല്ലിയത്? അപ്പോൾ അവർ പറയണം ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. ഞാൻ ചൊല്ലിയത് അതാണ്. എന്താ? ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. എനിക്ക് അള്ളാഹു മതി, വക്കീലായി അള്ളാഹു എത്ര ഉത്തമനാകുന്നു എന്ന്. അതാണ് ചൊല്ലിയെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത്. ശരിയാണ്, ഒരു പരീക്ഷണത്തിൻ്റെ നാളുകൾ ഒരു മാസത്തിലേറെ തുടർന്നു. അത് മദീനയിൽ ശരിക്കും കപട വിശ്വാസികൾ ആരും വിശ്വാസികളായി തിരഞ്ഞെടുക്കാനുള്ള അള്ളാൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ആര്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ ആര് എന്നുള്ളത് അറിയാനുള്ള ഒരു പരീക്ഷണകാലം അവിടെ കഴിഞ്ഞു. ആയിഷ റളിയല്ലാഹു തആല അതിൽ നന്നായി വേദനിച്ചു എന്നുള്ളത് ശരിയാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലേറെ. പക്ഷേ അന്ത്യനാൾ വരേക്കും പാരായണം ചെയ്യപ്പെടുന്ന വിശുദ്ധ വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിഷ റളിയല്ലാഹു തആലയുടെ പേരിൽ അവതരിപ്പിച്ചു. ഇന്നല്ലദീന ജാഉ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും എന്ന് പറഞ്ഞിട്ട് നമ്മൾ സൂറത്തുൻ നൂറിൽ വായിക്കുന്ന ആയത്തുകൾ. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരുടെ നിരപരാധിത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല വാനങ്ങൾക്കുപരിയിൽ വെച്ച് തെളിയിച്ചു. അതിൽ വചനങ്ങളിറങ്ങി. തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അതിലാണ് മനസ്സിലാക്കുന്നത്. അതാണ് നമ്മളെപ്പോഴും ഈ തവക്കുലിൻ്റെ മാഹാത്മ്യം, അള്ളാഹുവിൽ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നതിൻ്റെ മാഹാത്മ്യം. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരാണ്. എത്ര ആളുകൾ നമ്മളിൽ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലി ഇറങ്ങി. നമ്മളത് ശരിക്കും ബിസ്മില്ലാ അള്ളാഹുവിൻ്റെ സഹായത്തിൽ ഇറങ്ങുകയാണ്. തവക്കൽതു അലല്ലാഹ്, ഞാൻ അള്ളാഹുവിൽ ഏൽപ്പിക്കുകയാണ്. അള്ളാഹുവിൽ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഏൽപ്പിക്കുകയാണ്, നമ്മളുടെ കുടുംബത്തെ ഏൽപ്പിക്കുകയാണ്, നമ്മുടെ മക്കളെ ഏൽപ്പിക്കുകയാണ്. ഖലാസ്, അള്ളാഹുവിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. ചിലപ്പോൾ ഒരു വേള നമുക്ക് അപ്രിയമായത് വല്ലതും അവിടെ സംഭവിച്ചാൽ തന്നെയും അള്ളാഹുവിൻ്റെ കയ്യിൽ വെച്ചാണ് സംരക്ഷിച്ചത്. നമ്മൾ അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ചിട്ട് അവിടെ നിന്നാണ് സംഭവിച്ചിട്ടുള്ളത്. മനസ്സിലായി? അതിലൊരു ഖൈറേ ഉണ്ടാവും, അതിൽ ഒരു ഖൈറേ ഉണ്ടാവും. മനസ്സിലായില്ല? അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നതിന് ഒരിക്കലും പരാജയപ്പെടില്ല, നിരാശപ്പെടില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം പറയുകയാണ്, അത്തവക്കുലു നിസ്ഫുദ്ദീൻ. അത്തവക്കുലു നിസ്ഫുദ്ദീൻ, നമ്മുടെ ദീനിൻ്റെ പകുതിയാണ് തവക്കുൽ. വൽ ഇനാബത്ത് നിസ്ബുഹുസാനി. ഇനാബത്ത് എന്ന് പറഞ്ഞാൽ ഖേദിച്ച് മടങ്ങൽ, പശ്ചാത്തപിച്ച് മടങ്ങൽ ദീനിൻ്റെ മറ്റേ പകുതിയാണ്. തവക്കുൽ ഒരു പകുതി, ഇനാബത്ത് മറ്റൊരു പകുതി അല്ലേ. എന്നിട്ട് പറയാണ് ലിഅന്ന ദീന ഇസ്തിആനത്തുൻ വ ഇനാബത്തുൻ. കാരണം നമ്മുടെ ദീൻ എന്ന് പറഞ്ഞെങ്കിൽ ഒന്ന് ഇസ്തിആനത്താണ്, സഹായത്തായിട്ടാണ്, മറ്റൊന്ന് ഇനാബത്താണ്, ഖേദിച്ച് മടങ്ങലാണ്. അത്തവക്കുലു ഹുവൽ ഇസ്തിആന. തവക്കുലാണ് ഇസ്തിആനത്ത്, സഹായത്തേട്ടം. വൽ ഇനാബത്ത് ഹിയൽ ഇബാദ. എൻ്റെ വാചകം ഇബ്നുൽ ഖയ്യിം പറയുന്നത് അത്തവക്കുൽ നിസ്ഫുദ്ദീൻ, ദീനിൻ്റെ പകുതി തവക്കുലാണ്. പിന്നെ അൽ ഇനാബത്തു, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങൽ, അത് ദീനിൻ്റെ നിസ്ഫുഹസാനി, രണ്ടാം പകുതിയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ലിഅന്ന ദീൻ, കാരണം ദീൻ എന്ന് പറഞ്ഞെങ്കിൽ അത് ഇസ്തിആനത്തുൻ, സഹായത്തേട്ടാണ്. അതേപോലെ തന്നെ ഇബാദത്തുൻ, ഇബാദത്തുമാണ്. ദീൻ ഇസ്തിആനത്ത് സഹായത്തേട്ടാണ്, ഇബാദത്താണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ദീൻ ഇബാദത്താണ്, ദീൻ ഇസ്തിആനത്താണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് പിന്നെ അത്തവക്കുൽ ഹുവൽ ഇസ്തിആന. തവക്കുൽ ഇസ്തിആനത്താണ്, സഹായത്തേട്ടാണ്. അള്ളാഹുവിനോട് സഹായം തേടുകയാണ് തവക്കലിലൂടെ. വൽ ഇനാബത്ത് ഹിയൽ ഇബാദ. ഇനാബത്ത് അതാണെന്ത്? ഇബാദത്ത്, ഖേദിച്ച് മടങ്ങുക എന്നുള്ളതാണ് ഇബാദത്ത് എന്ന് അദ്ദേഹം പറയാം. അപ്പോൾ തവക്കുൽ എന്ന് പറഞ്ഞെങ്കിൽ നിസ്ഫുദ്ദീൻ, നമ്മുടെ ദീനിൻ്റെ പകുതിയാണ്. അപ്പോൾ ആ തവക്കുലിനെ നമ്മൾ മനസ്സിലാക്കലും അതേപോലെ തന്നെ ആ തവക്കുൽ നമ്മൾ അനുഷ്ഠിക്കൽ
അത് ഇന്ത്യ ഒരു പ്രാധാന്യമാണെന്ന് അറിയിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്തിൻ്റെ ഈ കൽപ്പന വതവക്കൽ അലല്ലാഹ് വകഫ ബില്ലാഹി വക്കീല. ഇങ്ങനെ തന്നെ ഇനി സൂറത്ത് അഹ്സാബിൽ വരും, വദഅദാഹും വതവക്കൽ അലല്ലാഹ് വകഫ ബില്ലാഹി വക്കീല കൊണ്ട് 48-ാമത്തെ ആയത്തിൽ. അതുപോലെ സൂറത്ത് നിസായിൽ വതവക്കൽ അലല്ലാഹ് വകഫ ബില്ലാഹി വക്കീല അങ്ങനെ തന്നെ. പിന്നെ വഅലല്ലാഹി തവക്കലു ഇങ്ങനെയൊക്കെ ഫല്യതവക്കലിൽ മുതവക്കിലൂൻ ഇങ്ങനെയൊക്കെ കൽപ്പന കാണാൻ സാധിക്കും തവക്കുലാക്കാനുള്ള. അതിൻ്റെ ഒരു പ്രാധാന്യമാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് തവക്കുലാക്കാൻ നമ്മൾ പ്രത്യേകം പറഞ്ഞ സന്ദർഭങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. തവക്കുലില്ലാത്തതുകൊണ്ടാണ് ഈ അന്ധവിശ്വാസങ്ങളൊക്കെ വരുന്നത്. അന്ധവിശ്വാസങ്ങൾ തലയിലേറ്റണമൊക്കെ എന്തുകൊണ്ടാണ്? തവക്കുലിൻ്റെ വിഷയത്തിലുള്ള പോരായ്മയാണ്. ഇനി നമുക്ക് കുറേ ഈ സൂറത്തിൻ്റെ വിഷയമുണ്ടല്ലോ, കുറേ പുതിയ പുതിയ മസാലകളാണ്. അപ്പോൾ അത് കാരണത്താൽ നമുക്ക് ചാടി പോകണം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നത് ഈ സൂറത്തിനൊരു ആമുഖം എന്നതുപോലെയാണിത്. ഒരാമുഖം, ആ ആമുഖത്തെ തുടർന്നിട്ട് ഇനി പല വിഷയങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരികയാണ്. അതിലൊന്നാമത്തെ വിഷയം, ജാഹിലിയത്തിൽ പല മൂഢധാരണകളും അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള പരിപാടികളുണ്ടായിരുന്നു ജാഹിലിയത്തിൽ. ഇസ്ലാമിൽ ഇവിടെ വരുന്നതിന് മുമ്പ് ഉള്ള അവസ്ഥ, അത് മദീനയിലും മക്കത്തൊക്കെ പല അന്ധവിശ്വാസങ്ങളുണ്ടായിരുന്നു. ആ അന്ധവിശ്വാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തിരുത്തുന്നതും ചികിത്സിക്കുന്നതാണ് നമ്മളിതിൽ വായിക്കുന്നത്. അതിൽ ഒന്ന്, അന്ന് ചിലരെക്കുറിച്ച് അയാൾക്ക് 2 കൽബുണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. 2 കൽബ്, ഒരാൾക്ക് 2 കൽബ്. അതെന്തുകൊണ്ടാണ് വിശ്വാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില വ്യക്തികൾ അപാര ബുദ്ധിയാണ്, വലിയ ധിഷണയാണ്. ബുദ്ധിരാക്ഷസൻ എന്നൊക്കെ പറയില്ലേ, അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനത്തെ ചില ആളുകളുണ്ടായിരുന്നു ജാഹിലിയത്തിൽ. അപ്പോൾ ഇത് കാരണത്താൽ ഇയാൾക്ക് 2 കൽബുണ്ട് എന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയമാണ് ആദ്യം പറയുന്നത്. മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി. പിന്നെ സ്വന്തം ഭാര്യമാരെ ഉമ്മമാരോട് ഉപമിച്ച് വിവാഹമോചനം നടത്തുമായിരുന്നു. അതാണ് 2ാമത്തെ വിഷയം, ബിഹാർ. പിന്നെ 3ാമത്തെ, ആരാൻ്റെ മക്കളെ സ്വന്തം മകനായി വാഴ്ത്തി മകനുള്ള പരിവേഷം പറയുന്ന അവസ്ഥ, ദത്തുപുത്ര സമ്പ്രദായം. അതാണ് ഇതിലും വിഷയം കൈകാര്യം ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്, മാ ജഅലല്ലാഹു ലിറജുലിൻ മിൻ ഖൽബൈനി ഫീ ജൗഫിഹി. എന്താ മാ ജഅലല്ലാഹ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ജഅല എന്ന് പറഞ്ഞാൽ മാ ഖലഖ, സൃഷ്ടിച്ചിട്ടില്ല. സൃഷ്ടിച്ചിട്ടില്ല. മാ ജഅലല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല. ജഅല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിശ്ചയിച്ചിട്ടില്ല, ആക്കിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ പ്രകൃതിയ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടില്ല എന്ന് പറയാം. പ്രകൃതിയ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനും നിശ്ചയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചിട്ടില്ല എന്നർത്ഥത്തിൽ. അപ്പോഴും മാ ജഅലല്ലാഹു ലിറജുലിൻ, ലിറജുലിൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും എന്നുള്ള അർത്ഥത്തിനാണ്. ഒരു മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടില്ല. എന്ത് സൃഷ്ടിച്ചിട്ടില്ല? ഖൽബൈനി എന്നാണ്. ഖൽബൈനി എന്നാണ് 2 കൽബുകൾ, 2 കൽബുകൾ. അവിടെ മീൻ എന്ന് പറഞ്ഞു, മീൻ എന്ന് പറയുമ്പോൾ അതാണ്. ഒരിക്കലും 2 കൽബുകൾ എന്നുള്ള ഒരു തൗക്കീദിൻ്റെ മാനായിട്ടാണ് മീൻ. 2 കൽബ് സൃഷ്ടിച്ചില്ല. ഫി ജൗഫിഹി, എന്താ ജൗഫ്? ഉൾഭാഗം, മാളെന്നല്ല, ഉൾഭാഗം. ഫി ജൗഫിഹി, ഉൾഭാഗം. ഉള്ളു പൊള്ളയായതിന് ജൗഫ്, അജ്വഫ് എന്ന് പറയും. അജ്വഫ്, ഉള്ളു പൊള്ളയാണ്. ഈ ചായക്കടയിലൊക്കെ ഒരു അപ്പം കിട്ടുമല്ലോ, ഇങ്ങനെ ഉള്ളു പൊള്ളയായിട്ട് ഇങ്ങനെ ഉള്ള ഒരു അപ്പം കിട്ടും, അതിന് അജ്വഫ് എന്ന് പറയാം. നമ്മൾ ജാമ്യയിലൊക്കെ പഠിക്കുമ്പോൾ ഇന്നിവിടെ അജ്വഫാണെന്ന് പറയും. ചിലരത് ഭയങ്കര ശാസ്ത്രീയമായിട്ട് ഉണ്ടാക്കും, കാരണം ഒരു പാട കണക്കേ ആയിരിക്കും ഉണ്ടാക്കുക. ജൗഫ് എന്ന് പറഞ്ഞാൽ അതാണ് ഉൾഭാഗം. അജ്വഫ്, അജ്വഫായ ഫെയിൽ എന്ന് പറയും. അജ്വഫായ ഫെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫെയിലിൽ മിസാല് അജ്വഫ് നാഖിസ് എന്ന് പറയും. ഈ ഇല്ലത്തിൻ്റെ ഹർഫുകളുണ്ടല്ലോ, അലിഫ് വായ, അലിഫ് വ യ, അതാണ് ഇല്ലത്തിൻ്റെ ഹർഫുകൾ. ഇല്ലത്തിൻ്റെ ഹർഫുകൾ തുടക്കത്തിൽ വരുന്ന ക്രിയകൾക്ക് മിസാൽ എന്ന് പറയും. വസബ, വഹബ പോലൊക്കെ, ഈസ, അതൊക്കെ മിസാൽ. പിന്നെ ഇല്ലത്തിൻ്റെ ഹർഫ് നടുവിൽ വരുന്ന ക്രിയകൾക്കാണ് അജ്വഫ് എന്ന് പറയുക. ഇപ്പം ഖാമ, ഖാല അതുപോലത്തെ. പിന്നെ ഇല്ലത്തിൻ്റെ ഹർഫ് ലാസ്റ്റിൽ വരുന്നതിനാണ് നാഖിസ് എന്ന് പറയാം. റദിയ, സഹുവ പോലുള്ളതായ ക്രിയകൾ. ഏതായാലും അജ്വഫ് അതാണ് ജൗഫ്. ജൗഫ് എന്ന് പറഞ്ഞാൽ ഉൾഭാഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജൗഫില്ലാത്തവനാണ് എന്ന് പറയും. എങ്ങനെ? അല്ലാഹു സുബ്ഹാനഹു വ തആല സമദ് എന്ന് പറയുമ്പോൾ, അല്ലാഹു എന്താ സമദ്? സമദിന് പല ആശയങ്ങളുണ്ട്.
അസമ്മദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലദീ യുസ്മദു ഇലൈഹി ഫിൽ ഹവായിജ്, ആവശ്യങ്ങൾ വരുമ്പോൾ ആശ്രയിക്കപ്പെടുന്നവനാണ് ആര്? അസമ്മദായ അള്ളാഹു. അതിന് വേറെ തഫ്സീർ അല്ലദീ ലാ ജൗഫ ലഹു എന്നാണ്. അല്ലദീ ലാ ജൗഫ ലഹു, ജൗഫ് എന്തെങ്കിലും ഭക്ഷിക്കാൻ, തിന്നിറക്കാൻ, കുടിക്കാൻ ആവശ്യമാം വിധം ഒരു ഉൾഭാഗമില്ലാത്തവൻ, ഉള്ളില്ലാത്തവൻ എന്ന അർത്ഥത്തിൽ പറഞ്ഞു മനസ്സിലായി. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വയം പര്യാപ്തനാണ്, ധന്യനാണ്. അതുകൊണ്ട് തന്നെ ആ ആശയത്തെ അറിയിക്കാൻ പറയും അല്ലദീ ലാ ജൗഫ ലഹു, ജൗഫില്ലാത്തവൻ എന്ന്. നമുക്കൊക്കെ എന്തുണ്ട്? നമുക്ക് ജൗഫുണ്ട് അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് കുറേ പൊറാട്ടൊക്കെ വേണ്ടി വരുന്നത് അല്ലേ? അതേസമയം അങ്ങനെ ഒരു ജൗഫ് ഇല്ലാത്തവൻ എന്നുള്ളതാണ്. ഏതായാലും പിന്നെ ഇവിടെ നോക്കി, മാ ജഅലല്ലാഹു ലി റജുലിൻ മിൻ ഖൽബൈൻ, ഒരാൾക്കും അള്ളാഹു ഒരിക്കലും രണ്ട് കൽബുകൾ പടച്ചിട്ടില്ല. ഫി ജൗഫിഹി, അവൻ്റെ ജൗഫിൽ, അവൻ്റെ ഉള്ളിൽ. കൽബ് എവിടെയാണ്? ഉള്ളിൽ തന്നെയല്ലേ? പിന്നെ എന്തിനാണ് ഫി ജൗഫിഹി എന്ന് പറയുന്നത്? അതേപോലെ തന്നെ വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫി സുദൂർ പറഞ്ഞത്, അവൻ്റെ കൽബുകൾ അന്ധമായി എന്നാണ്. തഅമൽ ഖുലൂബ്, കൽബുകൾ അന്ധമായി. അല്ലത്തി, എങ്ങനെയുള്ള കൽബുകൾ? ഫി സുദൂർ, ആ കൽബുകൾ എവിടെയാണുള്ളത്? സുദൂർ, സദറുകളിലാണ്, നെഞ്ചകത്താണ്. അപ്പോൾ നെഞ്ചകത്തുള്ള കൽബുകൾ. എന്തിനാണ് അങ്ങനെ പറയുന്നത്? അതിലൊരു പൊരുളും ഒരു യുക്തി നമുക്കിവിടെ അത് പറയാം. ഇവിടെ വിഷയം ജമീൽ ഇബ്നു മഅമർ ഇബ്നു അസദ് ഇബ്നു ഹബീബ് അൽ ജുമഹി അൽ ഫിഹ്രി എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യനുണ്ടായിരുന്നു ജാഹിലിയത്തിൽ, ജമീൽ ഇബ്നു മഅമർ. ഇയാൾ ഭയങ്കര ബുദ്ധിരാക്ഷസനായിരുന്നു, ഭയങ്കര ബുദ്ധിരാക്ഷസൻ. അത് കാരണത്താൽ അയാളെക്കുറിച്ച് പറഞ്ഞിരുന്നതാണ്, ഇയാളുടെ സ്ഥാനപ്പേരായിരുന്നു ദുൽ ഖൽബൈൻ. എന്ത്? ദുൽ ഖൽബൈൻ, രണ്ട് കൽബുള്ളവൻ. ദുൽ ഖൽബൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് കൽബുള്ളവൻ. ഇതായിരുന്നു ഇയാളുടെ ജാഹിലിയത്തിലെ സ്ഥാനപ്പേര്, വിളിപ്പേര്. ഈ ജമീൽ ബിൻ മഅമർ ബിൻ അസദ് ബിൻ ഹബീബ് അൽ ജുമഹി, ബനു ജുമഹി ഗോത്രക്കാരനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അൽ ജുമഹി അൽ ഫിഹ്രി എന്ന് പറയുന്നത്. നമ്മൾ കുറേ ദുൽ കേട്ടിട്ടുണ്ട് ഇങ്ങനെ അല്ലേ? ദുൽ ഖൽബൈനി കേട്ടിരുന്നോ മുമ്പ്? പക്ഷെ ദുൽ വെച്ചിട്ട് നമ്മൾ കുറേ കേട്ടിട്ടില്ലേ? എന്താ ദുൽ ഖർനൈൻ? അതാരാ? അതാരാണ്? യസ്അലൂനക ദിൽ ഖർനൈൻ ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ. ഒന്നുകിൽ അത് പിന്നെ ദുൽ ഖർനൈൻ കോറിസ്, പേർഷ്യ ഭരിച്ചിരുന്ന കോറിസ് രാജാവ്, അല്ലെങ്കിൽ പിന്നെ അലക്സാണ്ടർ ചക്രവർത്തി, ഇങ്ങനെയൊക്കെ പറയപ്പെടുന്നു ദുൽഖർനൈൻ. പിന്നെ ദുൽഖർനൈൻ ആരാ? പിന്നെ ആരാ ദുൽ വെച്ചിട്ട്? ദുൽഖിഫിൽ അങ്ങനെ ഉണ്ട്, പക്ഷേ രണ്ടെണ്ണം അല്ല. ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ചതിന് ദുന്നൂറൈൻ, അതാരാ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ഇങ്ങനെ പിന്നെ കുറേ ഉണ്ടല്ലോ അതേപോലെ. ദുൽ ഉദുനൈൻ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെ കുറിച്ച് പറഞ്ഞത് യാ ദൽ ഉദുനൈൻ. ആരാ ദുൽ ഉദുനൈൻ? അനസ് റളിയല്ലാഹു തആല, റസൂലുള്ളാഹിന്റെ ഖാദിം അനസ് ദുൽ ഉദുനൈനിയാണ്. പിന്നെ ഒരു ദുൽ യദൈൻ. ദുൽ യദൈനെ കേട്ടില്ലേ? ഇയാൾ ദുൽ ഷിമാലൈനിയാണ്. ദുൽ ഷിമാലൈൻ, ഷിമാൽ എന്ന് പറഞ്ഞത് ഇടത് കൈയാണ്. ദുൽ ഷിമാലൈൻ എന്നാണ് ഇയാൾക്ക് പറഞ്ഞിരുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അത് ഉണ്ടാക്കിയത്, ദുൽ യദൈനി ആക്കിയത്. രണ്ട് ഇടത് കൈകൾ, ഇടത് കൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു വിഷയമല്ലേ? അപ്പോൾ റസൂലുള്ളാഹി ദുൽ യദൈൻ എന്നാക്കി. എന്താ ഇയാളുടെ വിഷയം? ദുൽ യദൈൻ്റെ വിഷയം എന്താ? ഇയാളെ പേര് ഖിർബാഖ് എന്നാണ്, അബുൽ ഉരിയാൻ എന്നാണ് വിളിപ്പേര്. ദുൽ യദൈൻ്റെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അസർ നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി. നിസ്കരിച്ച് സലാം വീട്ടി റസൂലുള്ളാഹി പുറത്തു പോയിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു ചേറ്റടി ഉണ്ടായി, ആ ചേറ്റടിയുമ്പോൾ തല വെച്ചിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ നിസ്കരിച്ചത്, 4 റക്അത്തുള്ള നിസ്കാരം അസർ 2 ആക്കി ചുരുക്കിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഖിർബാഖ് ദുൽ യദൈൻ അദ്ദേഹത്തിന് ക്ഷമ ഒന്നുമില്ല. അബൂബക്കർ ഉമർ വരെ എല്ലാവരും ഉണ്ട്, സഹാബികളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവർക്കും ചോദിക്കാൻ പേടി. പക്ഷേ ദുൽ യദൈൻ പറഞ്ഞ റസൂലെ നിസ്കാരം ഖസറാക്കിയതാണോ, അതെല്ലാം നിങ്ങൾ 2 ആക്കി ചുരുക്കിയതാണോ, അതെല്ലാം നിങ്ങൾ മറന്നതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂൽ പറഞ്ഞു ഈ ദുൽ യദൈൻ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു സഹാബികളോട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് നിങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞില്ല ഞാൻ മറന്നതാണ് എന്ന് പറഞ്ഞിട്ട് റസൂൽ എല്ലാവരെയും വിളിച്ചിട്ട് പിന്നെ 2 റക്അത്ത് കൂടി നിസ്കരിച്ചിട്ട് പിന്നെ സലാം വീട്ടി സഹവിൻ്റെ സുജൂദ് ചെയ്ത് അവിടെ ദുൽ യദൈൻ എന്ന് വിളിച്ചത്. അതാണ് ദുൽ യദൈൻ സഹാബി, ഖിർബാഖ് എന്നാണ് അയാളുടെ പേര്. അതേപോലെ ദുൽ വെച്ചിട്ട് ദുൽ അഖീസത്തൈൻ, ദുൽ അഖീസത്തൈൻ ദിമാം ഇബ്നു സഅലബ. ദിമാം ഇബ്നു സഅലബ
അൽ അസദി നിസ്വാസൽ മതങ്ങളോട് വന്നിട്ട് പറഞ്ഞില്ലേ, മദീനയിൽ നിസ്വാസൽ മതങ്ങൾ മസ്ജിദ് നബവിയിൽ ഇരിക്കുമ്പോൾ ഇയാൾ ഒട്ടകത്തിനായിട്ടുണ്ട് പള്ളിക്കൊക്കെ കയറിയിട്ട് അവിടെ ഒട്ടകത്തിനെ കിടത്തി. എന്നിട്ട് ചോദിക്കാണ് മൻ മിൻകും ഇബ്നു അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ ആരാണ് ചോദിക്കാണ്. അപ്പോൾ കാണിച്ചു കൊടുക്കാൻ നിസ്വാസൽ മതങ്ങൾ കാണിച്ചു കൊടുത്ത്. അങ്ങനെ ചെന്നിട്ട് ചോദിക്കാണ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന് നിസ്വാസൽ മതങ്ങളോട് ചോദിച്ചു. പിന്നെ ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ച് പഠിച്ച മനുഷ്യൻ ഇമാം ഇബ്നു സാലബ. പിന്നെ അപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറയുന്നത് ദുൽ അഖീസത്തൈൻ, അദ്ദേഹം വിജയിച്ചു എന്ന് പറയുന്നുണ്ട്. സ്വർഗത്ത് പോണ ആളെ കാണണമെങ്കിൽ അയാളെ നോക്കാൻ പറയുന്നുണ്ട്. ദുൽ അഖീസത്തൈൻ നടത്തെങ്കിൽ ഇതാണ്, ഈ മുടി ഉണ്ടല്ലോ, മുടി ഇങ്ങനെ അറബികൾ ഇങ്ങനെ പിരിച്ച് ഇങ്ങനെ തൂക്കിയിടും, അതാണ് ദുൽ അഖീസത്തൈൻ എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദുൽ അഖീസത്തൈൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ദുൽ ബിജാദൈൻ. എന്താ ഈ ദുൽ ബിജാദൈൻ? ദുൽ ബിജാദൈൻ നഫ്സാസൽ മതങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്നു, മുസൈന ഗോത്രക്കാരൻ. അയാളുടെ പേര് അബ്ദുള്ള ഇബ്നു അബ്ദുനഹം അൽ മുസനി. അബ്ദുള്ള അൽ മുസനി. അയാൾ വന്നപ്പോൾ ഒരു പുതപ്പിൻ്റെ ഒരു കഷ്ണം ഇങ്ങനെ എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇങ്ങനെ പുതച്ചിട്ടുണ്ട്. ഒരു പുതപ്പ് കീറിയിട്ട് അതിലൊരു കഷ്ണം ഇങ്ങനെ ഉടുത്തിട്ടുണ്ട്, മറ്റൊരു കഷ്ണം ഇങ്ങനെ പുതച്ചിട്ടുണ്ട്. അങ്ങനെയാണ് വന്നത് അബ്ദുള്ള ദുൽബിജാദ്. വലിയ ചരിത്രമുള്ള മഹാനാണ് ദുൽബിജാദൈൻ അബ്ദുള്ള അൽ മുസനി. ഇത് തിമ്രൈൻ. ആരത് തിമ്രൈൻ? നമ്മളെ ചരിത്രം എത്ര ഭംഗിയുള്ള ചരിത്രം. പക്ഷേ നമ്മൾ ഇത് തിമ്രൈൻ എന്ന് പറഞ്ഞെങ്കിൽ അൽബറാ ഇബ്നു മാലിക്. അൽബറാ ഇബ്നു മാലിക് നിസ്ലാസൽ മതങ്ങൾ പറഞ്ഞില്ലേ, റുബ്ബ അഷ്അസ അഗ്ബർ ദി തിമ്രൈൻ ലൗ അഖ്സമ അലല്ലാഹി ല അബറഹു. അള്ളാഹുവിൽ സത്യം ചെയ്തിട്ട് അള്ളാഹിനോട് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദുആക്ക് ഉത്തരം കിട്ടും. അങ്ങനെയുള്ള ആളുകൾ എത്ര പേരുണ്ട്, അതിൽപ്പെട്ടവനാണ് അൽബറാ ഇബ്നു മാലിക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വല്ലാഹി എന്ന് പറഞ്ഞിട്ട് അള്ളാഹിനോട് തേടിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഉത്തരം കൊടുക്കുന്ന വ്യക്തിത്വം അൽബറാ. അതുകൊണ്ടാണ് തുസ്തുർ യുദ്ധത്തിൽ റോമക്കാരുടെ എണ്ണം വളരെ കൂടുതൽ, മുസ്ലിമീങ്ങൾ ന്യൂനാൽന്യൂനപക്ഷം. അങ്ങനെ അവർ മുസ്ലിമീങ്ങളങ്ങനെ ഒന്നായിട്ട് ആക്രമിക്കുകയും മുസ്ലിമീങ്ങളിൽ രക്തച്ചൊരിച്ചിൽ തീർക്കുകയും ചെയ്യണം. അപ്പോൾ എല്ലാവരും വരുന്നുണ്ട്, ബറാ ഇബ്നു മാലിക്കിൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ അള്ളാഹിനോട് സത്യം ചെയ്തിട്ട് ദുആ ചെയ്യും, നിങ്ങൾ ദുആ ചെയ്താൽ കേൾക്കും, അള്ളാഹു ഉത്തരം തരുന്നുണ്ടല്ലേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അതുകൊണ്ട് ദുആ ചെയ്യുമെന്ന് അദ്ദേഹത്തെ നിർബന്ധിക്കുന്നുണ്ട്. അങ്ങനെ ഈ തുസ്തുർ യുദ്ധത്തിൽ അദ്ദേഹം ബറാ ഇബ്നു മാലിക് അള്ളാഹുവിനോട് സത്യം ചെയ്തിട്ട് ദുആ ചെയ്യുന്നുണ്ട്. അദ്ദേഹം ദുആ ചെയ്തിട്ട് മുസ്ലിമീങ്ങൾക്ക് വിജയം കിട്ടാനും അദ്ദേഹത്തെ ഷഹീദാക്കാനും യുദ്ധം ചെയ്ത്, മനസ്സിലായി. അങ്ങനെ ആ തുസ്തുർ യുദ്ധത്തിൽ ബറാ ഇബ്നു മാലിക് തിമ്രൈൻ അദ്ദേഹം ഷഹീദായി, മുസ്ലിമീങ്ങൾക്ക് രംഗം അനുകൂലമായി, മുസ്ലിമീങ്ങൾ അതിൽ വിജയശ്രീലാളിതരായി. അൽഹംദുലില്ലാ. വേറെ ഉണ്ട് കുറേ. ദുസ്സൈഫൈൻ ആരാ? രണ്ട് വാളുള്ളവൻ അബുൽ ഹൈസം ഇബ്നു തൈഹാൻ അൽ ഔസി അൽ അൻസാരി റളിയല്ലാഹു തആല. അബുൽ ഹൈസം ഇബ്നു തൈഹാൻ അദ്ദേഹം ഭയങ്കര ചരിത്രങ്ങളുള്ള ഒരു മഹാനാണ്. പിന്നെ അൻസാരികളിലെ നേതാവാണ്. ഇദ്ദേഹത്തിൻ്റെ വീടും പരിസരവും അതേപോലെ തന്നെ അദ്ദേഹം വെള്ളം ഉപയോഗിച്ചിരുന്ന കിണറും ഇന്നും മദീനയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. ഇല്ല, ആ കിണറും ആ വീടും ചരിത്രം നിലനിർത്താൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വീട്ടിലേക്കാണ് ഒരു ദിവസം രാത്രി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് പോയത്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അബൂബക്കറും ഉമറും വഴിയിൽ അവർ റസൂൽ ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് രാത്രിയെന്ന്. അപ്പോൾ പറയുകയാണ് അവർ അൽജു യാ റസൂലല്ലാഹ്, റസൂലെ വിശപ്പാണ് കാരണം, വിശന്നിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, നിങ്ങളെ പുറത്തിറക്കിയത് തന്നെയാണ് എന്നെയും പുറത്തിറക്കി, എനിക്കും വിശക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. അങ്ങനെ മൂവരും ചെന്നത് ഈ ദുസ്സൈഫൈൻ്റെ വീട്ടിലേക്കാണ്, അബുൽ ഹൈസം ഇബ്നു തൈഹാൻ്റെ വീട്ടിലേക്കാണ് പോയത്. അദ്ദേഹം അവിടെ നിസ്വാസമതങ്ങളും അബൂബക്കർ ഉമറും ചെന്നപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ ശുദ്ധജലം എടുക്കാൻ വേണ്ടി പോയതാണ്. അതാണ് ആ കിണർ. അങ്ങനെ വെള്ളമെടുത്ത് വരുമ്പോഴത്തേക്ക് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിലുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഭാര്യ സലാം കേട്ടു. പക്ഷെ അവർ മെല്ലെ മടക്കി. എന്തിനാ മെല്ലെ മടക്കി? നിസ്വാസമതങ്ങൾ കേൾക്കാതെയാണ് അവർ സലാം മടക്കിയത്. എന്തിനാണ് മെല്ലെ മടക്കിയത്? 3 പ്രാവശ്യം സലാം കിട്ടാൻ. അപ്പോൾ റസൂലുള്ളാഹി വീണ്ടും സലാം പറയും. അപ്പോൾ അതും കേട്ടിട്ടില്ല എന്നുള്ള വീണ്ടും റസൂലുള്ളാഹി സലാം പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ 3 സലാം നിസ്വാസമതങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അവർ മെല്ലെ സലാം മടക്കിയതാണ്. പിന്നെ 3 സലാം പറഞ്ഞിട്ട് പ്രതികരണം അല്ലെങ്കിൽ റസൂലുള്ളാഹി എന്ത് ചെയ്യും? മടങ്ങിപ്പോവും. അപ്പം മടങ്ങി പോകുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്ത് വാതിൽ തുറന്നിട്ട് നിസ്വാസമതങ്ങളെ ഇവർ രണ്ടാളെയും വിളിച്ചു. അങ്ങനെ വീട്ടിലേക്ക് എത്തിയിരുത്തി നല്ല പിന്നെ ബുസർ കാരക്ക കൊടുത്തു, പിന്നെ അതേപോലെ കുടിക്കാൻ വെള്ളം കൊടുത്തു.
അങ്ങനെ കയറ്റിയിരുത്തി. അപ്പോഴത്തേക്കാണ് അബുൽ ഹൈസം ഇബ്നു തൈഹാൻ വന്നത്. അപ്പോൾ അദ്ദേഹം എനിക്ക് കിട്ടിയ അന്നത്തെ ഗസ്റ്റുകൾ, അതിഥികൾ, വളരെ നല്ല അതിഥികൾ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആടിനിറക്കാൻ വേണ്ടിയിട്ട് കത്തിയെടുത്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മാവ് കുഴച്ചു, പിന്നെ അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി, പിന്നെ മാംസാഹാരവും ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ അബൂബക്കറൊക്കെ കഴിച്ചു. അവിടെ വെച്ചാണ് റസൂലുള്ളാഹി സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ഈ അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുന്നൊക്കെ പറഞ്ഞില്ലേ. ഈ സഹാബിയുടെ വീട്ടിലാണ് ദുസ്സൈഫൈൻ അബുൽ ഹൈസം ഇബ്നു തൈഹാൻ. അദ്ദേഹം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത മഹാനാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലേക്ക് മക്കയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 1ഉം 2ഉം അഖബ ഉടമ്പടികളിൽ പങ്കെടുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബയ്യത്ത് ചെയ്ത മഹാനാണ്. ആദ്യമായി ബയ്യത്ത് ചെയ്ത വ്യക്തി അബുൽ ഹൈസമാണ് എന്നൊക്കെ നിവേദനങ്ങളിൽ കാണാം. ദുസ്സൈഫൈൻ വലിയ മഹാനാണ്. ജാഫർ റളിയല്ലാഹു തആല അൻഹു ദുൽ ജനാഹൈൻ മാഷാ അല്ലാഹ് ജയ്യിദ്. ദുൽ ജനാഹൈൻ കുറേ ഉണ്ട് ദു വെച്ചിട്ട്. അസ്മാ റളിയല്ലാഹു തആല അൻഹു അത് ദു അല്ല ദാത്താണ്. അത് ശരിയാണ്, ദാത്തുൻ നിതാഖൈൻ. അത് സ്ത്രീകളാകുമ്പോൾ ദു പറയില്ല, പിന്നെന്താ പറയുക, ദാത്ത് എന്നാ പറയുക. ദാത്തുൻ നിതാഖൈൻ ഈ ഗണത്തിൽ അത് എഴുതാം. 2 നിതാഖുള്ളവർ എന്നാണ് അതിൻ്റെ അർത്ഥം. നിതാഖൈൻ എന്ന് പറഞ്ഞെങ്കിൽ, നിതാഖ് എന്ന് പറഞ്ഞെങ്കിൽ അരപ്പട്ട, അതിനാണ് നിതാഖ് എന്ന് പറയുക. ദാത്തുൻ നിതാഖൈൻ. ഇങ്ങനെ കുറേ സഹാബികളുണ്ട്. ചില ദുല്ലിസാനൈൻ എന്ന് പറയുന്ന പണ്ഡിതനുണ്ട്. ദുല്ലിസാനൈൻ വലിയ സാഹിത്യകാരനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദുല്ലിസാനൈൻ എന്ന, ലിസാൻ എന്ന് പറഞ്ഞാൽ നാവല്ലേ. അദ്ദേഹം ഹുസൈൻ ഇബ്നു ഇബ്രാഹിം ബദിഉസ്സമാൻ അൽ അസ്ഫഹാനി, അദ്ദേഹമാണത്. പിൽക്കാലക്കാരനാണ്. നമ്മൾ പോയത് ഇത്തരം പേരുകൾ, വിളിപ്പേരുകൾ അത് വന്നപ്പോൾ ഞാൻ ചില ചരിത്രങ്ങൾ ഓർത്തിന്ന് പറഞ്ഞു. ഏതായാലും ഈ ജമീൽ ഇബ്നു മഅമർ എന്ന വ്യക്തി, അദ്ദേഹം പിന്നെ ബനു ജുമഹ് ഗോത്രക്കാരനായിരുന്നു. അതുകൊണ്ടാണ് ജുമഹി ഖുറൈശികളിൽപ്പെട്ടവനാണ്. പക്ഷെ അദ്ദേഹം ഭയങ്കര ബുദ്ധിരാക്ഷസനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വിളിക്കപ്പെട്ടിരുന്നത് ദുൽ ഖൽബൈൻ എന്നാണ്, 2 കൽബുള്ളവൻ. പക്ഷെ അദ്ദേഹം പിന്നെ 2 കൽബുണ്ടെങ്കിലും അദ്ദേഹം ലഭ്യനായ നോളായ സമയമുണ്ട്. അതെപ്പോഴും അറിയാം. ഇയാൾ കാരണത്താലാണ് ജാഹിലിയത്തിൽ അറബികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് 2 കൽബും പടക്കുമെന്ന് വിശ്വസിച്ചിരുന്നത്. 2 കൽബ് ഉള്ള മനുഷ്യന്മാരുണ്ട് എന്ന് ജാഹിലിയത്തിലെ ആളുകൾ വിശ്വസിച്ചത് ഇയാൾ കാരണത്താലാണ്. അല്ല, ഇയാളുടെ ദൂഷണ, അയാളുടെ ബുദ്ധി, ഇതൊക്കെ കാരണത്താലാണ്. പക്ഷേ ബദർ യുദ്ധത്തിൽ ഇയാൾ പങ്കെടുത്ത് ഒടിയ മുശ്രിക്കായിരുന്നു. നിസ്ലാസമാങ്ങളുടെ വലിയ ശത്രുവായിരുന്നു. അതുകൊണ്ടാണ് ഇയാൾ പറഞ്ഞിരുന്നു ഇന്ന ഫി ജൗഫി ഖൽബൈൻ. ഇയാൾ പറയായിരുന്നു എന്നാണ്, ഇന്ന ഫി ജൗഫി ഖൽബൈൻ, എൻ്റെ ജൗഫിനുള്ളിൽ 2 കൽബുകളുണ്ട്. ആ 2 കൽബിൽ ഓരോന്നും അമലു ബികുല്ലി വാഹിദി മിൻഹുമ അഫ്ദലു, അല്ലെങ്കിൽ അഫ്ദല മിമ്മ യഅമൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായത്, ഉത്തമമായത് അതിൽ1 കൽബ് കൊണ്ട് തന്നെ ഞാൻ ചെയ്യും എന്ന് ഇയാൾ പറയാറ്. എനിക്ക് 2 കൽബുണ്ട് എൻ്റെ ഉള്ളിൽ, അതിൽ 1 കൽബ് കൊണ്ട് തന്നെ മുഹമ്മദ് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമായത് ഞാൻ ചെയ്യും, ഉത്തമമായത് ഞാൻ ചെയ്യും. അപ്പം പിന്നെ എന്താ, 1 കൽബ് മൂപ്പർക്ക് ഏറെയാണ്. ആ ഗമയിലായിരുന്നു മൂപ്പര് നടന്നിരുന്നത്. അത് കാരണം ആളുകൾക്കൊക്കെ ഭയങ്കര ഇതായിരുന്നു, ഇയാൾക്ക് 2 കൽബാണ് എന്നാണ് അയാൾ പറഞ്ഞിരുന്നത്. പക്ഷേ ബദറിൽ ഇയാൾ പങ്കെടുത്ത് അബൂജഹലിനോടൊപ്പം ശാസ്ത്ര മതങ്ങൾക്കെതിരെ ബദറിൽ പങ്കെടുത്ത്. അങ്ങനെ ബദറിൽ പങ്കെടുത്തിട്ട് ഖുറൈശികൾ തോറ്റോടിയില്ലേ. തോറ്റോടിയിട്ട് മക്കത്തേക്ക് വരുമ്പോൾ ആദ്യം തോറ്റോടി വരുന്നതിൽ പെട്ടാണിത്. ആദ്യം തോറ്റോടി വരുന്നത്. അപ്പോൾ പിന്നെ അബൂ സുഫിയാൻ ബദറിൽ പങ്കെടുത്തില്ലല്ലോ. അബൂ സുഫിയാൻ രക്ഷപ്പെട്ടവനല്ലേ. അബൂ സുഫിയാനാണ് തോറ്റോടി പറഞ്ഞാൽ സ്വീകരിക്കുന്നത്. അപ്പോൾ ആദ്യം വരുന്നതിൽ ഈ ജമീൽ ഇബ്നു മഅമർ ഉണ്ട്. അയാളുടെ 1 ചെരുപ്പ് കാലുമേലാണ്, 1 ചെരുപ്പ് കയ്യിലുമാണ്. ഇങ്ങനെ ഓടിയിരുന്നത്. അപ്പോൾ അബൂ സുഫിയാൻ ചോദിക്കാണ്, മാലക്, എന്ത് പറ്റിയെന്ന് എനിക്കും ചോദിക്കാണ്. അപ്പോൾ അയാൾ പറയുന്നത്, മാലി, എനിക്കെന്ത് പറ്റിയെന്ന് അബൂ സുഫിയാനോട്. ആ പറഞ്ഞ് പിന്നെ 1 ചെരുപ്പ് കാലിൽ, 1 ചെരുപ്പ് കയ്യിൽ. അപ്പോൾ അയാൾ പറയുന്നത്, ഞാനിത് അറിഞ്ഞില്ല എന്ന് പറയാണ്. അപ്പോൾ അബൂ സുഫിയാൻ ചോദിക്കുകയാണ്, ഫഅൈന ഖൽബാക്ക്, എന്താ ഫഅൈന ഖൽബാക്ക്, അപ്പോൾ എൻ്റെ 2 കൽബുകൾ എവിടെയെന്ന് ചോദിക്കുകയാണ്. അതാണ് 2 കൽബിൻ്റെ ഒരു കഥ. ഏതായാലും ഇയാൾ ജമീൽ ഇബ്നു മഅമർ പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഉമർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം ആശ്ലേഷിച്ച സംഭവം ഉണ്ടല്ലോ. ഉമർ ഇസ്ലാം സ്വീകരിക്കൂല എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും വെപ്പ്. ഖത്താബിൻ്റെ ഹിമാർ സ്വീകരിച്ചാലും ഖത്താബിൻ്റെ മകൻ ഉമർ സ്വീകരിക്കൂല എന്നായിരുന്നു ആളുകൾ പറഞ്ഞിരുന്നത്.
അവിടെയാണ് ഉമർ ഇസ്ലാം സ്വീകരിക്കുന്നത്. ഉമർ ഇസ്ലാം സ്വീകരിച്ചിട്ട് ആളുകളോട് ചോദിക്കുകയാണ്, ഖുറൈശികളിൽ വാർത്ത സ്പ്രെഡാക്കുന്ന വിദഗ്ധനായ വ്യക്തി ആരെയെന്ന് ചോദിക്കുകയാണ് ഉമറിനെ ചോദിക്കുന്നത്. ഉമർ ചോദിക്കുന്നത് പിന്നെ ഖുറൈശികളിൽ വാർത്ത സ്പ്രെഡ് ചെയ്യുന്ന നല്ല ആൾ ഊക്കൻ ആരാണ് ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു കൊടുക്കുകയാണ്, ആളുകൾ പറഞ്ഞു കൊടുക്കുകയാണ് ജബീൽ ബിൻ മഅമ്മറാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഉമർ അയാളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു. ഇത് പരസ്യമാക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞാൻ പിന്നെ ഉമറിൻ്റെ ഇത് ഇയാളോടാണ് പറഞ്ഞത്. ഇയാളത് ഉറക്കനെ വിളിച്ചു പറഞ്ഞതാണ് കാബത്തിൻ്റെ പരിസരത്ത് പോയിട്ട്. എങ്ങനെ പറഞ്ഞത്? സബ ഉമറു എന്നാണ്. എന്താ സബ പറഞ്ഞ? അതേപോലെ ഇന്ന ഉമർ ഖദ് സബ, അങ്ങനെ ഉമർ സബ എന്നാണ് പുത്തൻവാദിയായി എന്നാണ്. ഇന്ന ഉമർ ഖദ് സബ, ഉമർ പുത്തൻവാദിയായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഉമറിനെ പറ്റിയില്ല. ഉമർ പറഞ്ഞു ഖദബ്ത് ബൽ അസ്ലംത്, നീ പറഞ്ഞത് കള്ളമാണ്, ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഉമർ പിന്നിൽ പറഞ്ഞു. അങ്ങനെ ഉമറിൻ്റെ ഇസ്ലാം മതത്തെ ആശ്രയിച്ചതിന് മക്കയിൽ പരസ്യമാക്കിയ ആളാണ് ഈ ജമീൽ ബിൻ മഅമ്മർ അൽ ജുമഹി. ഇദ്ദേഹം മക്കം ഫതഹിൽ ഇസ്ലാം സ്വീകരിച്ച് ഹുനൈനിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പങ്കെടുത്ത് ഉമറിൻ്റെ ഖിലാഫത്തിൽ ഇദ്ദേഹം ഖാദിയായിരുന്നു. മിസ്ർ വിജയിച്ചടക്കിയതിൽ ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. മിസ്റിൻ്റെ ഖാദിയായിരുന്നു ഈ ജമീൽ ബിൻ മഅമ്മർ ഉമറിൻ്റെ ഖിലാഫത്തിൽ. ഉമറിൻ്റെ ഖിലാഫത്തിൽ തന്നെയാണ് ഇദ്ദേഹം മരിച്ചത്. ഇദ്ദേഹം മരിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു വളരെയധികം സങ്കടപ്പെട്ടു എന്നാണ്, വളരെ വേദനിക്കേണ്ടായിരുന്നാണ്. കാരണം അത്ര നല്ല, നമ്മൾ പറഞ്ഞില്ലേ, രണ്ട് കൽബില്ലെങ്കിലും ഇവർക്ക് എന്തുണ്ടായിരുന്നു? നല്ല പ്രതിഭയും ധിഷണയും ചിന്തയും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രത്തിലെ നേരാണ്. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു തആല ഇദ്ദേഹത്തെ വേറെ ആദരിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ഉമർ ഇദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ വേദനിച്ചത് എന്നുള്ളതാണ്. ഏതായാലും നമ്മുടെ വിഷയം ജമീൽ ഇബ്നു മഅമ്മർ ദുൽ ഖൽബൈൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് അറബികൾ ജാഹിലിയത്തിൽ വിശ്വസിച്ചിരുന്നത് അയാൾക്ക് ഉള്ളിൽ രണ്ട് കൽബുണ്ട് എന്നുള്ള വിഷയമാണ്. ഈ അബ്ദുള്ള ഇബ്നു ഖത്തൽ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹത്തെക്കുറിച്ചും ഇങ്ങനെ പറയാറുണ്ട്. അബ്ദുള്ള ഇബ്നു ഖത്തൽ, ഈ അബ്ദുള്ള ഇബ്നു ഖത്തലിനെ കുറിച്ച് അവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ പേര് അബ്ദുൽ ഉസ്സ എന്നായിരുന്നു. അബ്ദുള്ള ഇബ്നു ഖത്തൽ അത്തൈമി, ബനു തൈം ഗോത്രക്കാരനാണ്. ഇസ്ലാം സ്വീകരിച്ച റസൂലുള്ള ഈ അബ്ദുൽ ഉസ്സ മാറ്റിയിട്ട് അബ്ദുള്ള ഇബ്നു ഖത്തലാക്കി. ഇയാൾ ഇസ്ലാം സ്വീകരിച്ച് മദീനയിൽ വന്ന്, എന്നിട്ട് മദീനയിൽ വെച്ചിട്ട് ഇസ്ലാം പ്രഖ്യാപിച്ചതിന് ശേഷം പേരൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി കൊടുത്തു. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തു? മദീനയിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് വിരോധമുള്ളൊരു വ്യക്തിയെ കൊന്ന് ഇസ്ലാം ഒഴിവാക്കി, ഒരാളെ കൊന്നിട്ട് അയാൾ മടങ്ങി. അപ്പോൾ അയാൾ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്നത് കപടനായിട്ടായിരുന്നു. അതുകൊണ്ടാണ് മക്കം ഫതഹ് നടന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളെ പേരെടുത്തിട്ട് പറഞ്ഞിട്ട് കൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അവർ കാബയുടെ കില്ലയിൽ തൂങ്ങിക്കിടന്നാൽ അവരെ കൊല്ലാൻ പറയുന്നുണ്ട്. അതിൽ ഒരാളാണ് ആര്? അബ്ദുള്ള ഇബ്നു ഖത്തൽ. മക്കം ഫതഹ് റസൂലുള്ള എല്ലാവർക്കും മാപ്പ് കൊടുത്തു. ഇദ്ഹബു ഫഅൻതു മുത്തലഖ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും മാപ്പ് കൊടുത്ത് വിട്ടു. ആരെങ്കിലും മസ്ജിദുൽ ഹറാമിൽ കിടന്നാൽ അവർ നിർഭയരാണ്, അവരെ ഒന്നും ചെയ്യാൻ പാടില്ല. ആരെങ്കിലും ആയുധം വെച്ചിട്ട് നിലത്തിരിക്കുകയാണെങ്കിൽ അവരെ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ വരെ റസൂലുള്ള പറഞ്ഞു. സ്വന്തം വീട്ടിൽ കടച്ചിരുന്നാൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷേ റസൂലുള്ള പറഞ്ഞ് ചില വ്യക്തികളെ പറഞ്ഞു. ഒന്ന് അബ്ദുള്ള ഇബ്നു ഖത്തൽ, അവനെ കണ്ടാൽ കൊല്ലാൻ പറഞ്ഞു. അത് കൊല്ലണത് ഈ പണി ചെയ്തീന. ശാസ്ത്രമാത്രങ്ങളുടെ മുമ്പിലേക്ക് കപടമുഖം ധരിച്ച് വന്നു, എന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞു, പേര് വരെ റസൂലുള്ള മാറ്റിയിട്ട്. എന്നിട്ട് അവിടുന്ന് ഒരാളെ കൊന്നിട്ട് മൂപ്പരെന്ത് ചെയ്ത് തൻ്റെ പക തീർത്ത് മടങ്ങി. അത് കാരണത്താൽ അയാളെ കൊല്ലാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവൻ്റെ അടുക്കലേക്ക് മുസ്ലിമീങ്ങൾ ചെല്ലുമ്പോൾ കാബത്തിൻ്റെ കില്ലയിൽ തൂങ്ങി നിൽക്കുകയാണ്. കാബത്തിൻ്റെ കില്ലയിൽ തൂങ്ങി എന്നതിൻ്റെ അർത്ഥം എന്താ? നിർഭയനാണ്, സുരക്ഷിതനാണ് എന്നുള്ളത്. പക്ഷേ ഇവനെ വധിക്കുകയാണ് ഉണ്ടായത്. അത് ക്രൂരത കാരണത്താൽ. ഏതായാലും ഈ അബ്ദുള്ള ഇബ്നു ഖത്തൽ ഇയാളും ദുൽ ഖൽബൈനി, കാരണം അയാളും ഇതേപോലെ നല്ല ദൂഷണയും കഴിവുള്ളൊരു മനുഷ്യനായിരുന്നു. നമ്മുടെ വിഷയം ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്ത് ചെയ്യണത്? ഇവിടെ തിരുത്തണത്. മാ ജഅലല്ലാഹു ലിറജുലിൻ എന്നാണ്. അത് ജമീൽ ഇബ്നു മഅമ്മർ ഇബ്നു അസദ് ഇബ്നു ഹബീബുൽ ജുമഹിയാകട്ടെ, ഇനി അബ്ദുള്ള ഇബ്നു ഖത്തലാട്ടെ, ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചിട്ടില്ല മിൻ ഖൽബൈനി ഫി ജൗഫിഹി, തൻ്റെ ഉള്ളിൽ രണ്ട് കൽബുകൾ. മനസ്സിലായില്ലേ? ജൗഫിഹി എന്ന് തന്നെ പറയാൻ കാരണം ഇത്തരം ആളുകളുടെ ഓൻ്റെ ജൗഫിൽ രണ്ട് കൽബാണ്. ഇങ്ങനെയാണ് ഇന്ന ഫി ജൗഫി കൽബൈൻ, എൻ്റെ ജൗഫിൽ രണ്ട് കൽബുണ്ട് എന്ന് ഇനിയിപ്പോൾ പറഞ്ഞുകൊണ്ടായിരുന്നിരുന്നത്. അപ്പോൾ ആ പദത്തെ തന്നെ
എടുത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ അതിനെ തിരുത്തിയത്. അത് അവരുടെ ഞാൻ പറഞ്ഞില്ല അവസാനം അവരുടെ പ്രയോഗം അതാണ്. ഓരോരുത്തരുടെയും ജൗഫിൽ 2 കൽബുണ്ട്. പിന്നെ ഇന്ന ഫി ജൗഫി കൽബൈ, എൻ്റെ ജൗഫിൽ 2 കൽബുണ്ട്, അവൻ്റെ ജൗഫിൽ 2 കൽബുണ്ട്. അങ്ങനെയായിരുന്നു പ്രയോഗം ജാഹിലിയത്തിൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെ അതന്നെ എടുത്തിട്ട് പറയാണ്. എന്താ കൽബ്? കൽബ് എവിടെയാണ്? കൽബിൻ്റെ ധർമ്മം എന്താണ്? കൽബ് പിന്നെ 2 കാര്യങ്ങളെയാണ് അർത്ഥാക്കുന്നത്. ഒന്ന്, ഒരു വസ്തുവിൻ്റെ ഖാലിസ്, അതേപോലെ തന്നെ ഖാലിസുഷൈ വ നഫീസുഹു എന്ന് പറയും. ലിസാനിൽ അറബുള്ള ഭാഷാ നിഘണ്ടുക്കളിലൊക്കെ അങ്ങനെയാണ്. ഖാലിസുഷൈ, ഒരു വസ്തുവിലെ ഖാലിസ്, വ നഫീസ് എന്ന് പറഞ്ഞാൽ പിന്നെ അമൂല്യമായത്, അതേപോലെ തന്നെ അതിൽ സംശുദ്ധമായത്. ഒരു സംഗതിയിൽ അതിൻ്റെ സംശുദ്ധമായ ഭാഗം, അതിൽ ഏറ്റവും അമൂല്യമായ ഭാഗം, അതിന് കൽബ് എന്ന് പറയും. നഫീസ്, അതേപോലെ തന്നെ ഖാലിസ്, അമൂല്യം, സംശുദ്ധം. കൽബിൻ്റെ ഭാഷാർത്ഥാണത്. പിന്നെ അതിനൊരർത്ഥമുണ്ട്, അതാണ് റദ്ദു ഷൈ അലാ ഷൈ മിൻ ജിഹത്തിൻ ഇലാ ജിഹാന. എന്താ റദ്ദു ഷൈ അലാ ഷൈ മിൻ ജിഹത്തിൻ ഇലാ ജിഹ എന്ന് പറഞ്ഞാൽ മറിച്ചിടുക. നമ്മൾ ഒരു വസ്തു എന്ത് ചെയ്യുക, അതിനെ മറിച്ചിടുകയാണ്. മിൻ ജിഹത്തിൻ ഇലാ ജിഹ, ഒരു ജിഹത്തിൽ നിന്ന് മറ്റൊരു ജിഹത്തിലേക്ക് അങ്ങനെ മറിച്ചിടുക. അതിനാണ് കൽബ് എന്ന് പറയുക. കൽബ് ഏത് അർത്ഥപ്രകാരമാണ് മനുഷ്യ ഹൃദയം അതിന് കൽബ് എന്ന് പേര് വന്നത്? രണ്ടും മനുഷ്യൻ്റെ അവയവങ്ങളിൽ ഏറ്റവും പിന്നെ അമൂല്യമായത് ഏതാ? മനുഷ്യൻ്റെ കൽബാണ്. അത് ചിലപ്പോൾ നമ്മൾ ആധുനിക വൈദ്യശാസ്ത്ര പ്രകാരവും അതേപോലെ തന്നെ പൗരാണിക ഫിലോസഫി പ്രകാരവും പറയുകയാണെങ്കിൽ എങ്ങനെ പറഞ്ഞോളുന്നില്ല. എന്താ പറയുക? ഏറ്റവും അമൂല്യം തലച്ചോറെന്നാണ് പറയുക, ദുഷണയാണ് പറയുക അല്ലേ? പക്ഷേ പിന്നെ നമ്മൾ വിശുദ്ധ ഖുർആൻ്റെയും തിരുസുന്നത്തിൻ്റെയും അധ്യാപനങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും വിശിഷ്ടമായത് മനുഷ്യ ശരീരത്തിൽ ആരാണ്? കൽബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4-ാം വയസ്സിൽ സഅദിയയിൽ 2 മലക്കുകളാൽ പിടികൂടപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മലക്കുകൾ കിടത്തി നെഞ്ച് പുലർത്തി, എന്നിട്ട് കൽബ് പുറത്തെടുത്തിട്ട് അതിൽ നിന്നൊരു അലക്കത്ത്, അതിൽ നിന്നൊരു പിണ്ടം എടുത്തിട്ടാണ് എന്ത് ചെയ്തത്? ഇത് ശൈത്താൻ്റെ ഹല്ലാണെന്ന് പറഞ്ഞ് മാറ്റിയിട്ട് തല കീറിയിട്ടല്ല ചെയ്തത്, പിന്നെ നെഞ്ച് പുലർത്തിയിട്ടാണ് എന്ത് ചെയ്തത്? ശുദ്ധീകരണം നടത്തിയത്. അതറിയിക്കുന്നത് എന്താ? ഇന്ന ഫിൽ ജസദി ലമുദ്ഗ, ജസദിൽ ഒരു മുദ്ഗയുണ്ട് എന്നാണ്, മാംസപിണ്ഡം. ഇദാ സലുഹത് സലഹൽ ജസദു കുല്ലുഹു വൈദാ ഫസദൽ ജസദു കുല്ലുഹു അല്ലേ? ഇത് നന്നായാൽ എല്ലാം നന്നായി, ഇത് കേടായാൽ എല്ലാം കേടായി അല്ലേ? വിശ്വാസമാറ്റങ്ങൾ തഖ്വനെ കുറിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? അത്തഖ്വ ഹാഹുന, തഖ്വ ഇവിടെയാണെന്നാണ് പറഞ്ഞത് അല്ലേ? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഖാലിസും ഏറ്റവും നഫീസും ആരാണ്? കൽബാണ്. അത് നമ്മൾ പിന്നെ നമുക്ക് ഇതാ ഖാലല്ലാഹ് വഖാല റസൂലുള്ളാഹ് എന്താ നമ്മളത് സത്യപ്പെടുത്തി അംഗീകരിച്ചു, വിശ്വസിച്ചു. കാരണം അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ. കൽബിനെ സൃഷ്ടിച്ചതാണ് അള്ളാഹുവാണ്. സൃഷ്ടിച്ചവനാണ് സൃഷ്ടിയെക്കുറിച്ച് അറിയുക. പറയുമ്പോൾ അവൻ വഹുവൽ ലത്തീഫുൽ ഖബീർ, സൂക്ഷ്മമായി അങ്ങേയറ്റത്തെ അറിവ് ഉള്ള അവസ്ഥയിൽ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് കൽബിനെ കുറിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ കൽബ് എപ്പോഴും കുൽബാവും അല്ലേ? അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല പറഞ്ഞു, ഇന്നമാ സുമ്മിയൽ ഖൽബു ഖൽബൻ ലിതഖല്ലുബിഹി. കൽബ് അതിന് കൽബെന്ന് പറയാൻ കാരണം ലിതഖല്ലുബിഹി, അതിൻ്റെ തഖല്ലുബാണ്. എന്താ അതിൻ്റെ തഖല്ലുബ് എന്ന് പറഞ്ഞാൽ? കൽബിൻ്റെ മാറിമറിയൽ. കൽബിൽ വിശ്വാസങ്ങൾ മാറിമറിയുന്നത് നോക്കി നിങ്ങൾ. രാവിലെ വിശ്വാസമാണെങ്കിൽ ഉച്ചക്ക് കപട വിശ്വാസം, പിന്നെ രാത്രി അവിശ്വാസം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹുമ്മ അജ്ർനാ മിനൽ ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة اللهم يا مقلب القلوب ثبت قلوبنا على دينك. കൽബിൽ വിശ്വാസങ്ങൾ മാറിമറിയും, കൽബിൽ ചിന്തകൾ മാറിമറിയും അല്ലേ? കൽബിൽ ഭാവനകൾ മാറിമറിയും, കൽബിൽ വികാരങ്ങൾ മാറിമറിയും, കൽബിൽ ഉദ്ദേശങ്ങൾ മാറിമറിയും.
കൽബിൻ്റെ അവസ്ഥ മാറി മറിഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ടാണ് കൽബിന് കൽബ് എന്ന് പേര് വന്നത്. നിഫ്രാസന്മത്തങ്ങൾ ഏറ്റവും കൂടുതൽ നിർവഹിച്ചത് എന്താ? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. മുഖല്ലിബൽ ഖുലൂബാണ്, കൽബുകളെ മാറ്റി മറിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. കൽബ് ഇന്ന ഖുലൂബൽ ഇബാദ് ബൈന ഉസ്ബുഐനി മിൻ അസാബിർ റഹ്മാൻ യുഖല്ലിബുഹാ കൈഫ ഷാ എന്ന് പറഞ്ഞില്ലേ. അള്ളാഹുവിൻ്റെ വിരലുകൾക്കിടയിലാണ് കൽബുകൾ, അവൻ ഉദ്ദേശിക്കുമെന്ന് അതിനെ മാറ്റി മറിക്കുമെന്ന്. അപ്പോൾ കൽബിന് ആ ഒരു വിഷയമുണ്ട്, മാറി മറിയുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ശരീരാവയവം അതിന് എന്തു പറഞ്ഞത്? കൽബ് എന്ന് പേര് വന്നത്. ഒപ്പം അതെന്താണ്? നഫീസാണ്, ഖാലിസാണ്. അത് നമ്മൾ മനസ്സിലാക്കി. വലിയൊരു വിഷയം, കൽബ് കൊണ്ടാണോ ചിന്ത, അതല്ല ബ്രെയിൻ കൊണ്ടാണ്? കൽബിന് മറ്റൊരു പേരുണ്ട്, ഫുആദ്. ഫുആദ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ എന്നാണ്. നിങ്ങൾക്ക് സമഅ, ബസർ, അഫ്ഇദ. അഫ്ഇദ എന്ന് പറഞ്ഞത് ഫുആദ്, കൽബ്. ഫുആദ്, അഫ്ഇദ എന്ന് പറഞ്ഞാൽ കൽബ്. ഫുആദ് എന്ന് പേരിടാൻ കാരണം ഇതുപോലെയാണ്. സുമ്മിയൽ ഫുആദു ഫുആദൻ ലിതഫഉദിഹി എന്നാണ്, ലിതവഖുദിഹി. അത് ജാജ്വല്യമാന്യം എന്നൊക്കെ പറയില്ലേ, എന്താണ് പിന്നെ കത്തിക്കാളുന്നത് അല്ലെങ്കിൽ ജ്വലിക്കുന്നത് എന്നൊക്കെ പറഞ്ഞില്ലേ. ചിന്തകൾ കൊണ്ട്, വിശ്വാസങ്ങൾ കൊണ്ട്, വികാരങ്ങൾ കൊണ്ട്, ഭാവനകൾ കൊണ്ട് ജ്വലിക്കും ആര്? കൽബ്. അതുകൊണ്ടാണ് അതിന് ഫുആദ് എന്നും പേര് വന്നത് എന്നുള്ളതാണ്. ചിന്താമണ്ഡലം അല്ലെങ്കിൽ ചിന്ത, അതിൻ്റെ വിഷയം എവിടെ എന്നുള്ളൊരു ചർച്ച ഉണ്ട്. അത് കൽബാണോ അതല്ല അത് ദിമാഗ്, ബ്രെയിനാണോ, തലച്ചോറാണോ? നിങ്ങളെന്താ മനസ്സിലാക്കിയത്? അഖിലൊരു സംഗതി ഉണ്ട്. അഖിൽ എവിടെയാണ്? അഖിൽ കൽബിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ലഹും ഖുലൂബുൻ ലാ യഅഖിലൂന ബിഹ. അവർക്ക് കൽബുകളുണ്ട്, ലാ യഅഖിലൂന ബിഹ. അതുകൊണ്ട് അവർ അഖിലിൻ്റെ പ്രവൃത്തി നടത്തുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ അഖിലിനെ കുറിച്ച് വേറെയും പറഞ്ഞിട്ട് അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിമാഗാണോ അഖിലാണോ പിന്നെ നമുക്ക് ചിന്തയുടെ ഇടം എന്നുള്ള വിഷയത്തിലൊരു വലിയ ചർച്ച ഉണ്ട്. ഞാനത് പറയാം, വിശദമായിട്ട് ഞാൻ പറയാം. ഒരാൾക്ക് തലക്കൊരടി കിട്ടി, അല്ലാഹു നമുക്കൊക്കെ ആഫിയത്ത് തരട്ടെ. ആ തലക്കുള്ള അടിയിൽ ബ്രെയിനിന് ക്ഷതമേറ്റ് അല്ലെങ്കിൽ ബ്രെയിനിന് ഭ്രംശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ചിന്തിക്കാനാവോ? അയാൾക്ക് എന്തെങ്കിലും ആവിഷ്കരിക്കാനാവോ? അറിയാനാവോ? ഇല്ല. അപ്പോൾ അത് കാരണത്താൽ തന്നെ ദിമാഗുമായി ബന്ധപ്പെട്ട്, തലച്ചോറും ബ്രെയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസാരമുണ്ട്. അതേസമയം പിന്നെ കൽബുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ സമീഅനാ വ അതാഅനാ നമ്മൾ സദ്ദഖ്നാ, നമ്മളെ സത്യപ്പെടുത്തി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബ്രെയിനിൻ്റെ ധർമ്മത്തെ നിഷേധിച്ചിട്ടുമില്ല. ബ്രെയിനിന് ഇതൊന്നും ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുമില്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യൊക്കെ വളരെ സുന്ദരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ഇൻഷാ അല്ലാഹ് ഞാനത് പറയാം. നിങ്ങളും എന്തെങ്കിലും നിങ്ങളുടെ അറിവ് കൊണ്ടുവരിക അടുത്ത ആഴ്ച. കൽബും അതേപോലെ തന്നെ ദിമാഗും. കൽബും ദിമാഗ്. കൽബ് ഹൃദയം, ദിമാഗ് തലച്ചോറ്. അഖില് തലച്ചോറല്ല. അഖിൽ അതിൽ നിന്ന് വേറൊരു വിഷയമാണ്. അഖിലൊരു വിശേഷണമാണത്. അഖിലിൻ്റെ ഭാഷാർത്ഥം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ഒട്ടകത്തിനെ കുറിച്ച് പറഞ്ഞെന്താ? യഖിൽ, ഒട്ടകത്തെ കെട്ടിയിട്, വതവക്കൽ അലല്ലാഹ് തവക്കുലാകാനാണ്. അപ്പോൾ അഖിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഖാൽ എന്ന് പറഞ്ഞാൽ എന്താ? കളക്കാർ ഇതുണ്ടല്ലേ, അതെന്തിനാ? ഇത് പാറിപ്പോകാതിരിക്കാൻ എന്നുള്ള ഇതല്ലേ, അതാണ് ഇഖാൽ. ഇതാണ് അഖിൽ. അഖിൽ എന്ന് പറഞ്ഞെങ്കിൽ ബന്ധനം, തടഞ്ഞിടൽ, കെട്ടിയിടൽ എന്നാണ്. ഒരാൾ ബുദ്ധിക്ക് നിരക്കാത്ത സംഗതികൾ ചെയ്യാതിരിക്കാൻ മനുഷ്യനെ തടഞ്ഞിടുന്ന സാധനമാണ് എന്ത്? അഖിൽ. അഖിൽ. അതേപോലെ തന്നെ അധർമ്മകരമായത്, സംസ്കാരശൂന്യമായത്, ഉപദ്രവകരമായത് അതൊക്കെ ചെയ്യാതിരിക്കാൻ മനുഷ്യനെ വിലങ്ങുന്ന, തടയുന്ന സംഗതിയാണ് അഖിൽ, മനുഷ്യൻ്റെ അഖിൽ. അതുകൊണ്ടാണ് അഖിലിന് അഖിൽ എന്ന് പേരിട്ടത്. പക്ഷേ നമുക്കത് അടുത്ത ആഴ്ച അതിൻ്റെ ഒരു വിഷയം പറയാം. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.